ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. എണ്ണയൊന്നും അധികം ചേർക്കാതെ നല്ല ടേസ്റ്റോടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1 കിലോ ചിക്കൻ വെച്ചാണ് ഞാനിവിടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത്. ചെറിയ പീസായിട്ടാണ് ഞാനിവിടെ ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. മുളക് പൊടി ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ കൂടെ നമുക്കിതിലേക്ക് 2.5 ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കണം. ചിക്കൻ എല്ലാം ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് തുറന്ന് വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ചിക്കൻ കുക്കാവുന്ന സമയം കൊണ്ട് ഇതിലെ വെള്ളം വറ്റി വരും. ഇപ്പോൾ ചിക്കനിലെ വെള്ളം കുറേ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടെ വറ്റിച്ചെടുക്കണം. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കാവുന്നതാണ്. ഇനി ഇതിലെ വെള്ളം വറ്റി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചിക്കനിലെ വെള്ളം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഞാൻ ചിക്കനിലേക്ക് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. സവാള ചേർത്ത് കൊടുക്കണം നിർബന്ധമല്ല, നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. സവാള ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് 2 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 4 പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്നിവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക്